ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്നും നിങ്ങളെ കൊല്ലുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ആകാശത്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസും ഇല്ലെന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ നീങ്ങും ഞങ്ങൾക്കറിയാമെന്നിരിക്കെ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വം തെരുവിൽ നടന്നിട്ടൊരു 2 മണിക്കൂറേ ആവുന്നുള്ളൂ. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ ഒരു വീടിനകത്ത് ഇരിക്കുമ്പോൾ ഹണ്ട് ചെയ്തു പോയി അമേരിക്കയും ഇസ്രായേലും കൊന്നുകളഞ്ഞു. ആ ഇറാനിൽ യുദ്ധം 14-ാം ദിവസമാകുമ്പോൾ ഇറാനെ തീമഴ കൊണ്ട് പുതപ്പിക്കുമ്പോൾ ഇറാൻ്റെ ഔദ്യോഗിക നേതൃത്വം പരസ്യമായി തെരുവിൽ വെല്ലുവിളിക്കുകയാണ്, പരസ്യമായി പ്രകടനം നടത്തുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുല്ലുവില കൊടുക്കുന്നു എന്നാണ്. ഇനി ഈ ഒരു പ്രകടനം, ഈ ഒരു ജാഥ നടക്കുമ്പോൾ ഇത് വെറുതെ പോയതല്ല. അതിനെതിരെ ഇറാൻ്റെ അറ്റാക്ക് ഉണ്ടായി. ഒരു സ്ത്രീ മരിച്ചു, നിരവധി ആൾക്ക് പരിക്കേറ്റു. അതായത് ലാറിജാനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മിസൈലുകൾ വീണു, ആക്രമണം ഉണ്ടായി, പിരിഞ്ഞു പോയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ മിറക്കിൾ. ഇങ്ങനൊരു സ്റ്റേറ്റിലുണ്ടോ? ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്നും നിങ്ങളെ കൊല്ലുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ആകാശത്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസും ഇല്ലെന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ നീങ്ങും ഞങ്ങൾക്കറിയാമെന്നിരിക്കെ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വം തെരുവിൽ നടന്നിട്ടൊരു 2 മണിക്കൂറേ ആവുന്നുള്ളൂ. 2 മണിക്കൂർ എന്ന് പറഞ്ഞ സംഭവമാണ്. പുല്ലാണ് ഇസ്രായേലിനെ. അമേരിക്കയെ ഭയമേ ഇല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം നിൽക്കുകയാണ്. അൺബിലീവബിൾ. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് താഴെ തട്ടിലുള്ള അണികൾക്കും സൈന്യത്തിനും ഒക്കെ കൊടുക്കുന്ന ഒരു വികാരം എന്തായിരിക്കും? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആയുധ ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇറാൻ്റെ യുറേനിയം ശേഖരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു വാർത്ത കൂടെ വരികയാണ്. ഒരു മലനിരകളുടെ അടിയിലേക്ക് ഈ സാധനം മാറ്റി എന്നതിനെക്കുറിച്ചുള്ള മറ്റു ചില അറിയിപ്പുകൾ കൂടി വരുന്നു. അതും ഇറാൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തകർത്തുകൊണ്ടേയിരിക്കുന്ന ഇറാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാൽ ഇത് തകർക്കാന്നുള്ളതാണ്. അതേസമയം ഇറാനോ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കണം എല്ലാവരും പറയുന്ന ഒരു സ്ഥലത്ത് അതുണ്ടാക്കുകയും തൊടുത്തുവിടാനും ശ്രമിച്ചാൽ എന്ത് ചെയ്യും?